ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റുകളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭാഗ്യമെന്ന് പറയട്ടെ, നമുക്കതിൻ്റെ വാർത്തകൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ കിട്ടിയത് എന്താണ്? ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ 12 ഘട്ടങ്ങളായിട്ടായിരിക്കും നടത്താനായിട്ട് പോകുന്നത്. സിലബസ് പ്രസിദ്ധീകരിച്ചായിരിക്കും നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ടൊക്കെ ചെയ്തതാണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ സിലബസ്, കംപ്ലീറ്റ് സിലബസ് അതിനകത്ത് കിട്ടും. ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷ 12 ഘട്ടങ്ങളായിട്ടായിരിക്കും നടത്താനായിട്ട് പോകുന്നത്. സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പക്ഷേ പരീക്ഷാ തീയതി നിലവിൽ ആയിട്ടില്ല എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ വാർത്തയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ 12 ഘട്ടമായി നടത്താൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷയിൽ ഉൾപ്പെടുത്തിയ 42 തസ്തികകളെ 12 ഗ്രൂപ്പുകളായി തിരിച്ചാണ് പരീക്ഷ നടത്തുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊപ്പം തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ സെയിൽസ് അസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകളിലും പൊതുപരീക്ഷ നടത്തുന്നതായിരിക്കും. സബ് ഇൻസ്പെക്ടർ പരീക്ഷയോടൊപ്പം ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, വനിതാ സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ തസ്തികകളും ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പോകും. പരീക്ഷയുടെ വിശദമായിട്ടുള്ള സിലബസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷാ തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മെയ്യിലോ ജൂണിലോ ആണ് പരീക്ഷ നടത്താനായിട്ട് സാധ്യതയുള്ളതെന്നും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സിലബസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലെ QR കോഡ് ഉപയോഗിച്ചിട്ട് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ പരീക്ഷ ഈ 12 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടത്താൻ പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ 12 ഘട്ടങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ നടത്താൻ പോകുന്ന ഘട്ടങ്ങളെന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ സെയിൽസ് അസിസ്റ്റൻറ്റ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതേപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് SC, അതേപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് പോലീസ്, അസിസ്റ്റൻറ്റ് ഫിനാൻഷ്യൽ, ഇതുപോലുള്ള കാറ്റഗറീസ് എല്ലാം കൂടി ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും നടത്താനായിട്ട് പോകുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്? സീനിയർ സൂപ്രണ്ടൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ട്രഷറി ഓഫീസ്, സബ് ട്രഷറി ഓഫീസ്, അതേപോലെ ട്രഷറി സർവീസ്, SC/ST, അതേപോലെ തന്നെ സെക്ഷൻ ഓഫീസർ, PSCയിലേക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് STയുടേത്, ഇതെല്ലാം ഒറ്റ കാറ്റഗറി ആയിട്ടായിരിക്കും നടത്താനായിട്ട് പോകുന്നത്. പിന്നെയുള്ളത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, വനിതാ സബ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ 24/2021 പോലുള്ള പോലീസിൻ്റെ SI കാറ്റഗറി എല്ലാം കൂടി ഒറ്റ കാറ്റഗറി ആയിട്ടായിരിക്കും നടത്താനായിട്ട് പോകുന്നത്. പിന്നെയുള്ളത് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ്, അതേപോലെ തന്നെ സൂപ്രണ്ട്, സബ് ജയിലർ, സൂപ്പർവൈസർ പോലുള്ള കാറ്റഗറീസ് എല്ലാം കൂടി ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും നടത്താൻ പോകുന്നത്. പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ സ്പെഷ്യലായിട്ടായിരിക്കും നടത്താൻ പോകുന്നത്. അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള പരീക്ഷ ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ടായിരിക്കും നടത്താൻ പോകുന്നത്. പിന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, പട്ടികവർഗ വികസനത്തിൻ്റേത് പ്രത്യേകമായിട്ടായിരിക്കും. ടൈപ്പിസ്റ്റ് ക്ലർക്ക്, അതേപോലെ തന്നെ മലബാർ സിമെൻസ്, അതേപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, കോപ്പറേറ്റീവ് സെക്ടർ, നമ്മുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, മത്സ്യഫെഡ് പോലുള്ള പരീക്ഷകളിലേക്കും കൂടി പ്രത്യേകിച്ചായിരിക്കും പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 12 കാറ്റഗറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതൊന്നാണ്, ഇത് 2, 3, 4, 5 അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രയായിട്ടും നമുക്ക് 12 കാറ്റഗറീസ് അല്ല 12 കാറ്റഗറീസ് ആയിട്ടായിരിക്കും പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിലബസ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഒന്നിൽ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. എന്തായാലും പരീക്ഷകൾ ഉടനെ തന്നെ ഉണ്ടാവും. നമുക്ക് വളരെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ട്. സബ് ഇൻസ്പെക്ടറിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ IPCയും CRPC പോലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണാത്തവർ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നോട്ടിഫിക്കേഷൻസ് വരുന്നതിനനുസരിച്ച് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പുതിയ ക്ലാസ്സും വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.